വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും, കാക്കകളുടെ രാഗങ്ങളും അങ്ങനെയല്ലേ പറയാം, കളകള രാഗങ്ങളും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കേട്ടപ്പോഴും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീട് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, യെസ് ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്, കൊല്ലം കരുനാഗപ്പള്ളി. അപ്പോൾ സൗണ്ട് കേട്ടോ, അത് മറ്റൊന്നല്ല, അടുത്ത വീട്ടിലെ ചേച്ചി തുണി കഴുകുമ്പോൾ കല്ലിട്ടടിക്കും, കല്ലിലിട്ട് കഴുകുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കേൾക്കുക. സോ എഗെയിൻ വേറൊരു വോയിസ്, ട്രെയിൻ വരെ പോകുന്നു. നമ്മുടെ വീട് റെയിൽവേ സ്റ്റേഷൻ നിയർബൈയാണ്. സോ ട്രെയിൻ പോകും എന്താണെന്നറിയത്തില്ല. 2026 ആദ്യത്തെ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ അത് ഉറപ്പഴാണ്. നിങ്ങളെൻ്റെ ഹെയർ നോക്കൂ എങ്ങനെയുണ്ട്. എനിക്ക് ലോങ് ഹെയർ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ന്യൂ ഇയറിന് തലേന്ന് പറയുമ്പോൾ തലയിലെന്തോ ഇല വന്ന് തട്ടി വീണു. ഓക്കെ, ന്യൂ ഇയറിന് തലേന്ന് ഞാനൊരു എനിക്കൊരു മേക്ക് ഓവർ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മുടി ഇങ്ങനെ ഷോർട്ട് ചെയ്തതാണ്. കാരണം ഞാനിപ്പോൾ ഒരു 2ാം തവണയാണ് മുടി ഇങ്ങനെ ഷോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ട സ്ഥിതിക്ക് പറയാം, എനിക്ക് ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ചേരുന്നതെന്ന്. എനിക്ക് അതിനിടയിലൊന്ന് പോകേണ്ടി വന്നു. അമ്മയാണെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ അടുത്തുള്ള ഒരു ക്യൂട്ട് ബേബി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇന്നത്തെ വ്ളോഗ് നിങ്ങളെൻ്റെ ടൈറ്റിൽ കണ്ടു കാണും. യെസ്, സോനുവിൻ്റെ ഒരു ബർത്ത്ഡേ, ഒരു സർപ്രൈസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോനുവിന് ഞാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് Feb 13 അവൻ്റെ ബർത്ത്ഡേ. ഇന്ന് March 9th or 10th, യെസ് 9th. അപ്പോൾ ഇന്ന് March 9th. എനിക്ക് ഇത്രയും ദിവസം അവന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇത്രയും ദിവസം ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ 1.5 weeks ആയിട്ടുള്ളൂ ഞാൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ട്. അപ്പോൾ സോനു ഞാൻ എന്ത് ഗിഫ്റ്റ് മേടിക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന് ഈ ഇടയായിട്ട് ഹോട്ട് വീൽസൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ കുറച്ച് കളക്ഷൻസ് അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അവന് ഇഷ്ടം ഹോട്ട് വീൽസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്ത് വേണം? അപ്പോൾ അവൻ പറഞ്ഞു ഹോട്ട് വീൽസാണ് അവൻ ഈ ഇടയുള്ള ക്രേസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ വന്ന് കുറേ ഇൻസ്റ്റയിൽ നിന്നാണെങ്കിലും ഞാൻ ലുലുവിൽ ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോട്ട് വീൽസൊക്കെ നോക്കുന്ന കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഹോട്ട് വീൽസിൻ്റെ ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ അങ്ങ് മടുത്തു. ഹോട്ട് വീൽസ് ഒന്നും വലിയ സുഖമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് സോനുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവന് വേറെ എന്തെങ്കിലും അപ്പോഴത്തേക്ക് ക്രേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും വാങ്ങാം എന്നൊരു മൈൻഡായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും ഓരോ ഏജിലും പിള്ളേർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ ഞാനത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്കത് മേ ബി അതെന്തിനാണ്, അതിന് പകരം നല്ല എന്തെങ്കിലും ഷൂവോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും നല്ലതൊക്കെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്കും അവൻ്റെ ഏജിൽ, നമുക്കും കുഞ്ഞിലെ ഓരോ ഏജിലും ഓരോ ആഗ്രഹങ്ങളും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, സെയിം അതേപോലെയാണല്ലോ അവർക്കും. അപ്പോൾ അവൻ്റെ ഈ ഒരു പ്രായത്തിൽ അവന് ഹോട്ട് വീൽസാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വേറെ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താലും അവൻ അത്രയും ഹാപ്പി ആവണമെന്നില്ല. സോ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ അവനെന്താണോ വേണ്ടത് അതന്നെ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. ഹൈറ്റ് നോക്കി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഹൈറ്റ്. എൻ്റെ കൊച്ചിന് മീശ കളിച്ചു. എൻ്റെ കൊച്ചിന് മീശ, മുടി, ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? മീശ, മുടി, പിറക, നച്ചി. മിണ്ടത്തില്ല, ക്യാമറ വന്നാൽ മിണ്ടത്തില്ല. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വാരുന്ന വാരൽ അറിയത്തില്ല. പറയും, 2 വാക്കുകൾ പറയും. സുഖാണോ? ആർക്ക്? ആർക്കെങ്കിലും? എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ചോദിക്കുന്നത്. സുഖാണോ ചോദിക്കൂ. സുഖാണോ ഗൈസ്? എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ ജെൻസി ടൈപ്പ് എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത്? എങ്ങനെ സ്റ്റൈൽ എങ്ങനെയാ? ഇത് നാണമാ, എൻ്റെ കൊച്ചിന് നാണമാ. ഞാനിത് എന്തിൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് അറിയോ? ഒരു വികാരമില്ലാത്തൊരു സാധനം. ഞാൻ ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നത് സോനുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഗിഫ്റ്റോടെ അത് ഞാൻ നിന്നെയും കാണിച്ചിട്ടില്ല. അത് മോനൂസിനും ചെറിയൊരു ഇഷ്ടം തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. 2 പേരും ഒരുമിച്ച് കാണിക്കാന്ന് വിചാരിച്ചതാ. എന്തായിരിക്കും അവൻ എന്ത് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞത്? യെസ്, അതാണോ ഓർഡർ ചെയ്ത? അല്ല, ചിറ്റ വാങ്ങി. ചിറ്റ ബാംഗ്ലൂർ പോയപ്പം
അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ ചുമ്മാ കയറിയപ്പോഴത്തേക്ക് അവിടെ ഹോട്ട് വീൽസിന്റെ സെയിൽ നടക്കുന്നത്. മറ്റേ എക്സിബിഷൻ ഉണ്ടല്ലോ, ലുലു മോളി നടന്നായിരുന്നു. ലുലുവിലെ പക്ഷെ കൊള്ളത്തില്ലായിരുന്നു, ക്വാളിറ്റി ഇല്ലായിരുന്നു. മറ്റുള്ള ഭയങ്കര ഭയങ്കര എന്തോ ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കൊള്ളായിരുന്നു. അപ്പൊ ചിട്ടാതെടുത്തു. അതിലേതൊക്കെ കാർസ് കാണുമെന്ന് ഗസ് ചെയ്യാവോ? BM. ഓക്കെ, ചിറ്റ ഒരു 4 വാങ്ങിയിട്ടുണ്ട്. പക്ഷെ സോനിനോട് 4 ഒന്നും അറിയില്ലോ. ചിറ്റ ഓരോന്ന് വെച്ചിട്ട് അവനെ ഇത് ചെയ്യാനാ, ആ. ഇനി പറ, ഇനി ഒരു 3 കാർ പറ. സോനിന് ഇഷ്ടമുള്ളൊരു കാർ കൂടി ഉണ്ട് നമുക്ക്. അതൊന്നും ഞാൻ പറയത്തില്ല, അത് കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഇനി 2 കൂടെ പറ. സൂപ്ര. 1 more. ഡോഡ്ജ്. ഇതൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. മോനൂസ് പറഞ്ഞതിൽ ആ കാർസ് ഉണ്ടോന്ന് നോക്കാം. ഉണ്ടെങ്കിൽ എനിക്ക് മന്തി. നിനക്ക് മന്തി. മോനൂസ് പറഞ്ഞ കാർസ് ഉണ്ടെങ്കിൽ നമ്മൾ മോനൂസിന് ഇന്നൊരു മന്തി സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആ മന്തിയുടെ ചിക്കൻ എനിക്കായിരിക്കും. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എനിക്ക് പ്രോട്ടീൻ വേണം. എനിക്ക് മസിൽ വന്നു കണ്ടോ നീ? ഈ ടീഷർട്ട് ഒന്ന് നോക്കിയേ, എന്താ? ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചിറ്റ, അവനെന്നെ ചിറ്റയെന്ന് വിളിക്കുന്നത്. ഞാൻ ചിറ്റ വരുന്നുണ്ട്, പക്ഷെ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഇട്ട പ്ലാൻ അല്ലേ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ചിറ്റ കുഴപ്പമില്ല, ചിറ്റ വന്നാൽ മതി. കണ്ടോടാ സ്നേഹം, കണ്ടോ? ചിറ്റ വന്നാൽ മതി, ചിറ്റ മാത്രം കണ്ടാൽ മതി, എനിക്കിപ്പോ ഗിഫ്റ്റ് ഒന്നും പറഞ്ഞടാ. പറഞ്ഞു നീ സോന് വരുമ്പോ ചോദിക്കും. എന്റെ മുന്നേ ഇരുന്ന കോൾ വിളിച്ച കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഇല്ല കൈ, സത്യമായിട്ടും സോനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹമുള്ളൊരു. അപ്പോൾ സോനു സ്കൂളിൽ പോയിരിക്കുക. ഇപ്പോൾ ഒരു 3 മണിയായിട്ടുള്ളൂ. 3:45 ഒക്കെ ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ യെസ്, അവൻ്റെ റിയാക്ഷൻസ്. അപ്പം ഞാൻ ആലോചിച്ചു 4 ഗിഫ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഒറ്റയടിക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അവൻ്റെ പെട്ടെന്ന് ആ മൊത്തത്തിൽ കാണുന്നതിൻ്റെ ഒരു റിയാക്ഷൻ വലിയൊരു സുഖം തോന്നത്തില്ല അല്ലേ? നമുക്ക് 1 by 1 ആയിട്ട് വെച്ചാലോ? 4 ഉണ്ടെന്ന് പറയണ്ട, നീ കള്ളത്തരം കാണിക്കും. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവൻ കണ്ണടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കും. 4 മേടിച്ച് ചിറ്റാ 4 ഇവൻ കാണാൻ. 2 എന്തായാലും ഞാൻ എടുക്കും, നോക്കിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് സോനു വന്നിട്ട് റിയാക്ഷൻ കാണാം. ബൈ ബൈ പറഞ്ഞു. ബൈ. അതാ ശ്രീ അങ്ങനെ എൻ്റെ വ്ളോഗിൽ വന്നിരിക്കുകയാണ്. എനിക്ക് വയ്യ, ഞാനത് കട്ട് ചെയ്തില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ, എന്നിട്ട് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം എന്നെ കൊള്ളത്തില്ല, എനിക്ക് ആ സീൻ വേണ്ട, അത് കട്ട് ചെയ്യുന്നു. അതാണ്. പക്ഷെ പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് വരുന്നാണ്. അമ്മ മലയാളത്തിൽ 2 വാക്ക് പറയാമേ? ചോദിക്കാം, എല്ലാവർക്കും സുഖമാണോന്ന് ചോദിര്. എന്നാ ഹിന്ദിയിൽ ചോദിക്കേ, ഹിന്ദിയിൽ 2 വാക്ക് ചോദിക്കേ. ചോദിര്, ഹിന്ദിയിൽ സംസാരിക്കേ. അമ്മ ഹിന്ദിയിൽ സംസാരിക്കുന്നതായിരിക്കും. ഹായ്, എല്ലാവർക്കും സുഖമാണ്. അത് മലയാളമല്ലേ, ഹിന്ദി ചോദിക്കാം. ഹായ്, എല്ലാവർക്കും സുഖമാണ്. ഞാനത് കളിപ്പിക്കാം. ഇല്ല കട്ട് ചെയ്തില്ല കേട്ടോ, വീണ്ടും എല്ലാം കട്ട് ചെയ്തു. ഇല്ല അമ്മ ഹിന്ദിയിൽ ചോദിച്ചേ. हिंदी में बात करो ना. इधर आ फ्यूरी. मैं सब भूल गई. इधर आ फ्यूरी. इधर आ. എന്നെ അവിടെ ഒന്ന് പറയാ, എടുക്കല്ലേന്ന്. ഇതറാ മറന്നു പോയെന്ന്. पूछो ना. क्या पूछो? आप लोग कैसा है? ठीक है. कैसा है करके खाना खाया कि नहीं पूछो. खाना खाया कि नहीं? अच्छा, पर चाय पीने का टाइम हो गया. चाय पीने का टाइम हो गया. आपको चाय पसंद है? पसंद है. और आपको पड़ंबोरी पसंद है? पसंद है.
हिंदी में बात करने का? हाँ हिंदी में बात करना है. चल ठीक है. ये बंगाली फ्रॉम मुंबई. इसको मलयाളം नहीं आता. മലയാളം കുറച്ച് കുറച്ച് പറയും. എന്തോ വെള്ളം കൊണ്ടുവരാൻ പറ. ആർക്കാ? അല്ല അമ്മ പറ. വെള്ളം കൊണ്ടുവരാൻ എന്താ? നേരത്തെ ഇങ്ങനെ ഒന്നല്ല ഗൈസ് പറയുന്നത്. പക്ഷെ മലയാളം പഠിച്ചോട്ടോ. അമ്മയ്ക്ക് തന്നെ കളിയാക്കണം കേട്ടോ. അല്ല പക്ഷെ മലയാളം പഠിച്ചോട്ടോ. മലയാളം നന്നായിട്ട് പറയും. ആണോ? ഓക്കേ താങ്ക് യു. സോനു വരുന്നിടം വരെ ഇവിടുന്ന് ഹിന്ദിയും കളിച്ചുകൊണ്ടിരിക്കുമെന്നാ തോന്നുന്നത്. അയ്യാ ഇപ്പൊ റെഡി ആയിട്ട് വാ. ഞാൻ സോനു വരുമ്പോഴത്തേക്കും ബാക്കി കാണിക്കാം. ചക്കയോ? ചക്ക ഫനസ് നെയ്മന്തേ? ഫെന്നസ് നെയ്മന്തേ? ഫനസ്. ഹിന്ദിക്കാരൊന്നും ചക്കയെന്നൊന്നും കേൾക്കണ്ട, ഓട്ടിച്ചിട്ടടിക്കും. ശരിയാ. ചക്ക പറയാൻ പറ്റത്തില്ല അങ്ങനെ. ചക്ക കിളിച്ച് വരുന്നു ഗൈസ്. ചക്ക കിളിച്ചല്ല, ഇടാറായി. ഇടാറായോ? ഇടാറായി മോളെ. ഇതോ? എന്നിട്ട് ഇടാത്തെന്ത്? അത് മോൻസിക്കുടിക്ക് വേണ്ടല്ലോ പറഞ്ഞേ. ആ ചക്ക എനിക്ക് വേണം. അതെന്ത് ചക്കയാ? മറ്റേ എന്താ തേൻ വരിക്കയോ? അത് ഇടാന്ന്. അതെന്ത് ചക്കയാ? ചെമ്പരത്തിയോ? ചെമ്പരത്തിയോ? പോടുന്ന ഇതന്നെ ഇവിടെ സംഭവിക്കാറുള്ളത്. ചെമ്പരത്തി നല്ല ചക്കയാണ്. ട്രെയിനൊക്കെ നെഞ്ചത്തൂടാണോ പോകുന്നത്? ചക്ക ഇടണോ? ട്രെയിൻ വന്നാൽ കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ. ഞാനും കാണുന്നില്ലല്ലോ. ആ ഇവിടെ കണ്ട് പോകുന്നുണ്ട് ആ മരങ്ങളുടെ പിന്നിൽ. അമ്മയുണ്ടല്ലോ, ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു പഴക്കൊല വെട്ടി വെച്ചിരിക്കുന്നു. ഞാനാണെങ്കിൽ പഴം അധികം കഴിക്കത്തില്ല. എൻ്റെ ട്രെയിനർ പറഞ്ഞിരിക്കുന്ന ഹാഫ് റോബസ്റ്റ് മാത്രമേ കഴിക്കാവുള്ളൂ, വേറെ പഴങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. അറിയാവോ? ഞാനാണെങ്കിൽ ജിമ്മിൽ പോയി തുടങ്ങി. നിങ്ങൾ അറിഞ്ഞോ? ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി. ഞാൻ 3 വർഷം ജിമ്മിൽ പോയി. ഞാൻ സത്യം പറഞ്ഞ ഡയറ്റ് നോക്കിയിട്ടേ ഇല്ല. ഈ 3 വർഷം ജിമ്മിൽ പോയപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം കഴിക്കും, ഞാൻ വർക്കൗട്ട് ചെയ്യും, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ 3 വർഷം പേയ്മെൻറ്റ് വേസ്റ്റാക്കി എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഈ തവണ ഞാൻ വീണ്ടും ഒരു ലോങ് ബ്രേക്ക്, ഒരു 9 മന്ത്സിന് ശേഷം ഞാൻ വീണ്ടും പേയ്മെൻറ്റ് എടുത്തു, PT എടുത്ത് ജിമ്മിൽ ജോയിൻ ചെയ്തു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ശരീരം നോക്കണം. ഇവിടെ വന്നപ്പോൾ സമ്മതിക്കത്തില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ചോറും ചമ്മന്തിയും മെഴുക്കുവരട്ടിയും ഇതെല്ലാം കൂടെ എനിക്ക് തന്നത്. അതെ, ബീഫ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഇതെല്ലാം കൂടെ എനിക്കിന്ന് തന്നത്. ഞാൻ നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. നാളെ ഞാൻ പോകുമ്പോഴത്തേക്ക് എന്താവോ എന്തോ. ദിവസം കഴിച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വേറൊരു കൊല നിൽക്കുന്നു. അതും കൂടെ കൊണ്ടുപോയി തോന്നടേ. ഹായ്, കണ്ട എൻ്റെ ബേബി വന്നു. എൻ്റെ ബേബി വന്നു. സോനു വരുന്നോ? ഇപ്പം ഞാൻ വീണേനെ. അമ്മയില്ലാറോ സോനു വരുന്നത്? ഇത് മോനുവാ. എനിക്ക് അത് തുറന്നു തരുമോ? തുറക്കുന്നു. എനിക്ക് 2 കയ്യേ ഉള്ളൂ. ചെറുത് ഇതേതാടാ? 7up ഒന്നും ഇല്ലായിരുന്നോ? ഇവിടെ ഇല്ല മോളെ, ഇച്ചിരി പോണം. വലിയ ബോട്ടിൽ ഇല്ലായിരുന്നോ? യെസ് മൈ ഡാർലിംഗ്. നീ ഓർക്കത്തില്ല. ഇന്നലെ സോനു പറഞ്ഞില്ലേ, ചിറ്റ നീ ഗിഫ്റ്റ് ഒന്നും വേണ്ട, ചിറ്റയുടെ സ്നേഹം മാത്രം മതി, ചിറ്റ വന്നാ മതി എന്ന് സോനു ഇന്നലെ പറഞ്ഞില്ലേ? സോനു പറഞ്ഞു. അതാ മോനു സാറേ സോനു അങ്ങനെ പറഞ്ഞില്ലെന്ന്. ചേട്ടന് കള്ളം പറയാനേ അറിയത്തുള്ളൂ. പോയി അവിടെ നിന്നും പോയി. സോനു വന്നു. അപ്പൊ അവനെന്തായാലും വന്ന് ഫ്രഷായിട്ട് കാണാം. ടയർഡാണോ ഷന? ഓക്കെ. ഇത് കാറാ? ഇത് മസ്റ്റാങ് അല്ല ബെൻസ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഇഷ്ടപ്പെട്ടോ? ഇതേതാ? ഡോറൊക്കെ തുറക്കാൻ പറ്റും. ഡോറ് കയറുന്ന മോനസിന് ഇപ്പുറത്തിരിക്കാം, സോനുവിന് ഇപ്പുറത്തിരിക്കാം. ഞാൻ വണ്ടി കേട്ടത്തില്ല. ഞാൻ എന്റെ ക്ലോസ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മോനസേ എങ്ങനെയുണ്ട്? മോനസിന്റെ റിയാക്ഷൻ. ഞാൻ എടുത്തോളാം. പിന്നെ കുഴപ്പമില്ല. എനിക്ക് എന്റെ കളക്ഷനിൽ കേട്ടണം. അത് കുഴപ്പമില്ല, കളക്ഷനിൽ ഇരുന്നോട്ടെ. ഇതെന്റെ
ഇല്ല എന്റെയാ, പിന്നെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാ. അത് കുഴപ്പമില്ല. കുഴപ്പം എനിക്കുള്ളൂ. അടി 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 അടക്കുന്നു ഇനിയിപ്പോ ഇവിടെ. അങ്ങനെയുണ്ട്. ഇതാണ് സോനിന്റെ കാർ. ഇഷ്ടപ്പെട്ടോ? സത്യമായിട്ട് ഇഷ്ടപ്പെട്ടോ? സത്യത്തെ ഇഷ്ടപ്പെട്ട ആ പച്ച കളർ കൊള്ളാം. കൊള്ളാല്ലേ? വെയിലത്ത് വെക്കുമ്പോ തിളങ്ങുന്നുണ്ട്. തിളങ്ങുന്നുണ്ട്. അല്ലാതെ തിളങ്ങുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഡോർ ഇങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാം. ഇത് ഹോട്ട് വീൽസ് അല്ല കേട്ടോ പറയുന്നത്. എന്താ പറയുന്നത്? ഡൈകാസ്റ്റ് മോഡ്. ഡൈകാസ്റ്റ്. ഹോട്ട് വീൽസ് അല്ല കേട്ടോ. ആ ഹോട്ട് വീൽസ് എന്ന് പറയുമ്പോൾ ചെറുതിനാണോ ഹോട്ട് വീൽസ് എന്ന് പറയാ? ആണോ? മിക്കതും ചെറുതാ. ഓക്കെ ഓക്കെ ഓക്കെ. സോറി, ഇത് കഴിച്ചിട്ടോ? ഇത് ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങോട്ട് വരാം. അപ്പം ഇതിനകത്ത് ഞാൻ സോനുവിന് ഇതിനകത്തുനിന്ന് ഒരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും സോനു ഗസ് ചെയ്യാവോ? കേക്ക്. കേക്ക് നോക്കട്ടെ. അയ്യോ ഈ ക്യാഷ് ഇച്ചിരി വിരലയിലോട്ട് വെച്ചാ. അയ്യോ സോറി. ഓക്കെ. അടുത്ത കാറോ? അതെങ്ങനെ? എങ്ങനെയുണ്ട്? കിടില്ല. ഏത് വണ്ടിയാ അത്? ഇതും ഏതൊക്കെയോ ജീപ്പ്. താറ്. ഇത് ജി വാഗൺ അല്ലേ? താറ്. ജി വാഗൺ ഇതല്ല. അല്ലേ? അല്ല. സോറി. ഇത് അല്ല, ഇത് വേറെ എന്തോ പേരായിരുന്നല്ലോ പറഞ്ഞത്. ഇതിന്റെ ഈ കണ്ണ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും താറാണ്. അല്ല. ചേട്ടാ ഇത് താറ് തന്നെയാ. ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ എല്ലാ കാറും ബ്രൈറ്റ് കളേഴ്സേ കൊണ്ടുവരാറുള്ളൂ. കാരണം നിനക്ക് കളേഴ്സ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അറിയാം. പക്ഷെ എനിക്ക് ലൈറ്റ് ബ്ലൂ ആയിട്ട് ഇഷ്ടം. സ്കൈ ബ്ലൂ. താഴെ കാറ് തിരിച്ച്. ഇല്ല. താഴെ കാറ് തിരിച്ച്. ഇല്ല. കസ്റ്റല്ലേ കഴിഞ്ഞു. ഇത്രേ ഉള്ളു. ഉറപ്പ്. ഉറപ്പ്. യെസ് ഗൈസ്. ആ കൊണ്ടുവരും. ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യട്ടെ. സോനു എന്തോ വാ. ഈ കാർസ് ഏതൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇത് ബെൻസ്. ആ ഇത് താറ്. ആ ഇത് ഇത് ഈ ലോകത്തേ ഇല്ല. ഇതും ഈ ലോകത്തേ ഇല്ല. ആ. പിന്നെ അടുത്തത് ഇതെവിടുന്ന്? ഈ BMW ഇനി എവിടുന്ന്? അതൊക്കെ വന്ന് അതും ഫ്രണ്ട് കാർബൺ. ഇവിടെ ലൈറ്റ് കിട്ടുന്നില്ല. ഫ്രണ്ട് കാർബൺ ഫൈബറും BMW. ഇത് ആ ഏതാ M4 ആണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. കാണിച്ചേ. വേണ്ട. എത്ര കാറ് കിട്ടി? ഇപ്പൊ 1 2 3. ഓ എനിക്ക് വയ്യ. ഏറ്റവും ഇഷ്ടപ്പെട്ട വാങ്ങിയില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട്. ഏത് വേണമെന്നായിരുന്നു ആഗ്രഹം? BMW. സത്യമായിട്ട് BMW ആയിരുന്നു. ഫ്രണ്ട് കാർബൺ ഫൈബർ ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെട്ടു. ഇതും ഇങ്ങനെ ഡൈകാസ്റ്റ് ആണോ? ഇതും ഡൈകാസ്റ്റ്. യെസ്. സീറ്റ് ലൂസാ. അത് കുഴപ്പമില്ല. അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കയറ്റി ശരിയാക്കാം. നമുക്ക് BMW ഷോറൂമിൽ കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ. ഇനിയൊന്നും സത്യം പറ. ഇല്ല, കഴിഞ്ഞു. അയ്യോ മതി. മതിയോ? ഓഫാക്കിയോ? ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത് കൊണ്ട് എനിക്ക് എന്ത് തന്നു? പഴംപൊരി. അങ്ങനെ യെസ് ഗൈസ്, സോനുവിന്റെ ഗിഫ്റ്റ്സ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഇനിയുണ്ട്. കണ്ടുപിടിച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ബുദ്ധി ഇല്ലെന്ന് എന്നോട് പറയണ്ട. എടാ നിനക്ക് ബുദ്ധി ഇല്ലെന്നാരാ പറഞ്ഞത്? നിനക്ക് കുരുട്ടു ബുദ്ധി അങ്ങേ അറ്റവാ. ഇതെന്റെ ഫേവറേറ്റ് ബുഗാട്ടി. ഇവിടുന്ന ബുഗാട്ടിയോ? യെസ്, എനിക്കറിയാം നിനക്ക് ഏറ്റവും ആവശ്യം ബുഗാട്ടി ആയിരുന്നു. നിശ്ചയി ചോദിച്ചായിരുന്നു. യെസ്. ഇതിന്റെ മേളിൽ മറ്റേ ഷൈൻ ചെയ്യുന്നത് ഗ്ലിറ്റർ പോലെ ഉണ്ട് എന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ. ഇഷ്ടപ്പെട്ടോ? എനിക്കറിയായിരുന്നു നിനക്ക് ബുഗാട്ടി ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ലാസ്റ്റ് ബുഗാട്ടി ആരായിരുന്നേ. ദൈവമേ, ഇന്ന് ബോണസിന് ഞാൻ മന്തി വാങ്ങി കൊടുക്കണം.
പിന്നെ എനിക്ക് ഫുൾ മന്തി, ചേട്ടന് ഹാഫ്. അതല്ല, ചിറ്റ ഇത് മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഞാൻ മോനുസിന്റെ അടുത്ത് പറഞ്ഞു ചിറ്റ ഇതെല്ലാം ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ കാറാന്ന് ഗസ് ചെയ്യാവുന്നു. അപ്പൊ ഗസ് ചെയ്ത് അതിനെ കറക്റ്റ് ആയിട്ട് പറയണം, അവന് മന്തി വാങ്ങിക്കൊടുക്കണം. അവൻ കറക്റ്റ് ഗസ് ചെയ്തു. ഇല്ല, ജീപ്പും ഗസ് ചെയ്തു. താറ് ഇല്ല, അവൻ ബിഎമ്മും ബുഗാട്ടിയും ഇത് ചെയ്തു അല്ലേ? യെസ് യെസ്. അപ്പൊ ഇഷ്ടപ്പെട്ട? ഇനിയില്ല, കഴിഞ്ഞു, കോട്ടയിന്. കുഴപ്പമില്ല, മന്തി ഞാൻ കൂടി എടുത്തു. അപ്പൊ ഈ വർഷത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്റെ കൊച്ചിന് അല്ലേ? ഹാപ്പി. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാ? ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാറുണ്ട്. ഏതാക്കെയാ? BMW ബുഗാട്ടിയും. യെസ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ സുനുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്റെ ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. യെസ് ഗൈസ്, നല്ല ലൈക്ക് കമന്റ്സ്, നല്ല കമന്റ്സ്, വിത്ത് നല്ല അടിപൊളി കിടക്കാച്ചി കമന്റ്സും വേണം ഗൈസ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അങ്ങനെ ഞാൻ വാക്ക് പാലിച്ചു, മന്തി വാങ്ങി തന്നു. മോനൂസ് വന്നിട്ടില്ല, മോനൂസ് നൈറ്റ് ട്യൂഷൻ ഉണ്ടായിരുന്നു, നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. സോ അതിന് പോയിരിക്കാം. നമ്മളെവിടെ വന്നേ? നമ്മള് മന്തി മേടിച്ചു തന്നിട്ടുണ്ട് ചിറ്റ. ഞാൻ മന്തി മേടിച്ചു തന്നില്ലെന്ന് പറയും. ചേട്ടന് മന്തി മേടിച്ചിട്ടുണ്ട്. മോനൂസ് ഈ വീഡിയോയിലില്ല, കാരണം അവൻ ഷോർട്സ് മാത്രം ഇട്ടേക്കാണ്, അവൻ ടീഷർട്ട് ഇടാതെ അവൻ വീഡിയോയിൽ വരില്ല. യെസ്. അപ്പോൾ ബൈ ബൈ പറ. ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.